എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡൊമൈനും ഹോസ്റ്റിങ്ങിനെയും പറ്റിയുള്ള ഒരു ക്ലാസ്സാണ്. ഡൊമൈനും ഹോസ്റ്റിങ്ങിനെയും പറ്റി നമുക്ക് വേണ്ടുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ള നിലയിൽ നമുക്ക് വേണ്ട ബേസിക് നോളജസും അതുകൂടാതെ ഒരു ഡൊമൈനും ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്യുന്ന പ്രോസസ്സുമാണ് നമ്മളിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ മനസ്സിലാക്കുക, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഫ്രീ 30 days ക്ലാസ്സസ് ആണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 3ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് നിങ്ങൾ കാണുന്നത്. ഇതിന് മുന്നിലത്തെ 2 ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിജിമാർക്ക് അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യാം. ഡിജിമാർക്ക് അക്കാഡമിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് പോകാം. എന്തിനാണ് ഡൊമൈനും ഹോസ്റ്റിങ്ങിനെയും പറ്റി നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഒരു ഡൊമൈനും ഹോസ്റ്റിങ്ങും സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ബേസിക്കലി ശ്രദ്ധിക്കേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല. ഒരു ഡിജിറ്റൽ മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ്റെ ഒരു വിസിബിലിറ്റി, അതിലെന്നുണ്ടെങ്കിൽ ഒരു സെർച്ചിനുള്ള ഒരു ഈസിനെസ്, ഇതൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഡൊമൈൻ എന്ത് പറഞ്ഞാലും നമുക്കൊരു കമ്പനിയുടെ ഡൊമൈൻ നെയിം പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തത് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നതാണ്. പക്ഷേ ഹോസ്റ്റിംഗ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. എന്തിനാണ് ഹോസ്റ്റിംഗ് ചേഞ്ച് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മുടെ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഡേറ്റാസ് അടങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ഡേറ്റാസ് ഉള്ള ഒരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം, അതായത് ഈ ഡേറ്റ സെർവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരുപാട് ട്രാഫിക് ഒക്കെ വരുമ്പോൾ അവർക്ക് ഈ സൈറ്റിനകത്തേക്ക് കയറി പെർഫോം ചെയ്യാനുള്ള കാര്യങ്ങൾക്കുള്ള സ്പേസ് വേണം. അപ്പോൾ ഈ സ്പേസ് എന്ന് പറയുന്നതാണ് ഈ ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു അഡ്രസ്സാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വീടിനൊരു വീട്ടുപേരുണ്ടാവും, ആ വീട് വെക്കുന്ന ഒരു സ്ഥലവും ഉണ്ടാവും, അല്ലേ? വീട്ടുപേര് എന്നുള്ളത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു വലിയൊരു വീടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, കുറച്ച് സ്ഥലമേ ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട് അവിടെ വെക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അത് ഭയങ്കര കൺജസ്റ്റഡ് ആവും. അപ്പോൾ അങ്ങനെ കൺജസ്റ്റഡ് ആവും നല്ല ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ചൂസ് ചെയ്തില്ലെങ്കിൽ. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക ഡൊമൈനും ഹോസ്റ്റിങ്ങിനെയും പറ്റിയുള്ളത്. ഇനി നമ്മളൊരു ഡൊമൈനും ഹോസ്റ്റിങ്ങുകളും ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹോസ്റ്റിങ്സ് ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് Bluehost എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. Bluehost എന്തുകൊണ്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതെന്ന് ആദ്യം പറഞ്ഞു തരാം. നമ്മുടെ ഇതിന് മുന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, wordpress പ്ലാറ്റ്ഫോം, അതായത് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു CMS പ്ലാറ്റ്ഫോമാണ് wordpress എന്ന് പറയുന്നത്. ഈ wordpress പ്ലാറ്റ്ഫോം സജസ്റ്റ് ചെയ്യുന്ന നമ്പർ 1 ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ് Bluehost. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്തൊക്കെ പഠിക്കാം, നല്ല ഫാസ്റ്റ് ലോഡിംഗ് ഒക്കെ ഉള്ള, അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് Bluehost പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ Bluehostൻ്റെ വെബ്സൈറ്റിലേക്ക് പോവാം. ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൊമൈൻ നമുക്ക് ഫ്രീ കിട്ടും. അപ്പോൾ ഇതുവഴി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ അഫിലിയേറ്റ് ലിങ്കാണ്. കാരണം നമ്മൾ ഒരു മാർക്കറ്റിംഗ് ചെയ്യും, നമ്മളിത് മുഴുവൻ പഠിക്കാൻ പോവുകയാണ്. പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങും പഠിക്കും. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണ് നമുക്ക് കൺവേർഷൻസ് ഉണ്ടാവേണ്ടതെന്നുള്ളത് പഠിക്കുക. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന എൻ്റെ അഫിലിയേറ്റ് ലിങ്ക്, Bluehostൻ്റെ ഡൊമൈൻ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാനുള്ള അഫിലിയേറ്റ് ലിങ്ക് വഴി പോവുക. നിങ്ങൾ ഇതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്ത് പഠിക്കാൻ 30 ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് വെബ്സൈറ്റ് വേണ്ടി വരും. അടുത്ത കാര്യങ്ങളെല്ലാം വെബ്സൈറ്റിൽ ചെയ്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അഫിലിയേറ്റ് ലിങ്ക് വഴി പോയി പർച്ചേസ് ചെയ്യുക. wordpress.org എന്ന് പറയുന്ന സൈറ്റിൽ പോവാം. wordpress.org എന്ന് പറയുന്ന സൈറ്റിൽ പോയാൽ ഇവിടെ ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. wordpress.org ഹോസ്റ്റിങ്ങിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ Bluehost ആണ് നമ്പർ 1 wordpress സജസ്റ്റ് ചെയ്യുന്ന നമ്പർ 1 ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് Bluehost ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ Bluehostൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. Bluehostൻ്റെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഹോസ്റ്റിങ്ങുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് wordpress യൂസ് ചെയ്യാനായിട്ട് അവർ നൽകുന്ന ഒരു ഹോസ്റ്റിംഗ്. ഇത് wordpressൽ നിന്ന് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വന്നുകൊണ്ടാണ് ഈ ഒരു വിൻഡോ കാണുന്നത്. എന്നാൽ ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റ് bluehost.in എന്ന് പറയുന്നത്. അപ്പോൾ ഈ .in.com ഒക്കെ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. .in എന്ന് പറയുമ്പം അതിൻ്റെ ഇന്ത്യയിലുള്ള സൈറ്റിൻ്റെ എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഡൊമൈനുകളിൽ എക്സ്റ്റൻഷനുകളുണ്ട്. അപ്പോൾ എക്സ്റ്റൻഷനുകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. എന്താണ് എക്സ്റ്റൻഷൻ്റെ വാല്യൂ എന്നുള്ളത്? ഡൊമൈൻ എക്സ്റ്റൻഷൻ, അതായത് bluehost.com
bluehost.in, അതുപോലെ തന്നെ digimarkacademy.com, digimarkacademy.in, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഈ .com .in എന്ന് പറയുന്നതൊക്കെ എക്സ്റ്റൻഷൻസ് ആണ്. ഇപ്പോൾ ദുബായ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ .ae എന്ന് പറയും, ഇപ്പോൾ UK ആണെന്നുണ്ടെങ്കിൽ .uk എന്ന് പറയും. അപ്പോൾ ഇതൊരു കൺട്രി ലെവൽ എക്സ്റ്റൻഷൻ ആണ്, മനസ്സിലായോ? TLD ഡൊമൈൻസ് എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ ഡൊമൈൻസ് എന്ന് പറയും. TLD ഡൊമൈൻസ്, ടോപ്പ് ലെവൽ ഡൊമൈൻസ്. ഇപ്പോൾ ഈ ടോപ്പ് ലെവൽ ഡൊമൈൻസിലുള്ളതാണ് .com എന്നുള്ളത്. .com എപ്പോഴും ടോപ്പ് ലെവൽ ഡൊമൈൻസിലുള്ള ക്രൈറ്റീരിയ ആണ്. അപ്പോൾ നമുക്ക് കൺട്രി ലെവൽ ഡൊമൈൻ, ഇപ്പോൾ ടോപ്പ് ലെവൽ ഡൊമൈൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കൺട്രി ലെവൽ ഡൊമൈൻ എങ്കിലും അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഒരു കമ്പനിയുടെ ബിസിനസ് പ്ലാൻ ചെയ്ത് അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഒന്നെങ്കിൽ ടോപ്പ് ലെവൽ ഡൊമൈൻ .com അവൈലബിൾ ആണോ എന്ന് നോക്കണം, അല്ല എങ്കിൽ കൺട്രി ലെവൽ അവൈലബിൾ ആണോ എന്ന് നോക്കണം. ഇപ്പം നമ്മൾ ബ്ലൂഹോസ്റ്റിൻ്റെ വെബ്സൈറ്റിലെത്തി. ബ്ലൂഹോസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് ഉണ്ട്, മാനേജ്ഡ് വേർഡ്പ്രസ് ഉണ്ട്, വൂക്കമേഴ്സ് എന്ന്. വൂക്കമേഴ്സ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക, നമ്മളുടെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വൂക്കമേഴ്സ്. ഇതുകൂടാതെ തന്നെ ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഷെയർഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, VPS ഹോസ്റ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ഈ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പേസിനെ ബ്ലൂ ഹോസ്റ്റ് നമുക്ക് നൽകും. ബ്ലൂ ഹോസ്റ്റ് അല്ല, പൊതുവെ ഏത് കമ്പനികളാണെന്നുണ്ടെങ്കിലും ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ടീം ആയിരിക്കും അത് യൂസ് ചെയ്യുന്നത്. നമ്മൾ മാത്രമായിരിക്കത്തില്ല ആ ഒരു സെർവറിനെ യൂസ് ചെയ്യുന്നത്. നമുക്കത് കാണാൻ പറ്റത്തില്ല, പക്ഷേ ബ്ലൂ ഹോസ്റ്റ് പറയുകയാണ് നിങ്ങൾ മാത്രമല്ല ഈ സെർവർ മറ്റുള്ള ആളുകളും ഉപയോഗിക്കുന്നുണ്ടെന്ന് അവർ നമ്മളെ ഇൻഫോം ചെയ്യും. അതാണ് ഈ ഷെയർഡ് ഹോസ്റ്റിംഗ്. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി മാത്രമായ ഒരു സെർവർ സ്പേസ് അവർ നൽകുന്നു. VPS ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ ഒരു ഹോസ്റ്റിംഗ് സ്പേസ്, നമുക്ക് ഒരുപാട് ഒന്നിൽ കൂടുതൽ സൈറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ VPS ഹോസ്റ്റിംഗ്. ഇനിയുള്ളത് ഡൊമൈൻസ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. പിന്നെ ഇവർ നൽകുന്ന വെബ്സൈറ്റ് ബിൽഡേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ഹോസ്റ്റിങ്ങിൽ തന്നെ നമുക്ക് ഷെയർഡ് ഹോസ്റ്റിങ്ങിലേക്ക് ഒന്ന് പോകാം. ഷെയർഡ് ഹോസ്റ്റിങ്ങിലേക്ക് നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് നൽകുന്നതെന്നുള്ളത്. ഇവിടെ നോക്കുക, ഷെയർഡ് ഹോസ്റ്റിംഗ് നമുക്ക് ബേസിക് സൈറ്റ് ഉണ്ട്, പ്ലസ് ഉണ്ട്, ചോയ്സ് പ്ലസ് ഉണ്ട്, പ്രോ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നൽകുന്നുണ്ട്. ഇതിനകത്ത് ഫോർ എ ബ്ലോഗ് ഓർ സ്മോൾ സൈറ്റ് വിത്ത് SSL. അപ്പോൾ നമ്മൾ SSLനെ പറ്റി ഇപ്പോൾ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പുകളിലേക്ക് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ഇത് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ അറിയേണ്ടതാണോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞുതരാം. അതായത് നമ്മുടെ വെബ്സൈറ്റ്, ഒരു ക്ലയൻറ്റിൻ്റെ വെബ്സൈറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ SSL സർട്ടിഫിക്കറ്റ് ആ വെബ്സൈറ്റിനുണ്ടോ? SSL സർട്ടിഫിക്കറ്റ് എന്തിനാണ്? SSL സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ SEO നമ്മൾ വെബ്സൈറ്റിന് വേണ്ടി ചെയ്യുമ്പോൾ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ SEO ചെയ്യുമ്പോൾ SSL സർട്ടിഫിക്കറ്റിന് ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ SSL സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കുകയും വേണം. ഇനി ഇവിടുന്ന് ബേസിക് ലെവലായിട്ടുള്ളൊരു പ്ലാൻ നമ്മൾ ബ്ലൂ ഹോസ്റ്റിൽ നിന്ന് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് അവരുടെ ഫീച്ചേഴ്സ് പ്രകാരം ഒരു വെബ്സൈറ്റ്, അതുപോലെ 50 GB SSD സ്റ്റോറേജ്, അതുകൂടാതെ 25 സബ് ഡൊമൈനുകൾ. അതായത് ഇപ്പം നമുക്കൊരു ഇപ്പം ഞങ്ങളുടെ LMS ഞങ്ങൾ ചെയ്തിരിക്കുന്നത്, അതായത് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഡിജിമാർക്ക് അക്കാഡമി ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് online.digimarkacademy.com എന്ന് പറയുന്ന ഏരിയയിലാണ്. മെയിൻ വെബ്സൈറ്റ് ഡിജിമാർക്ക് അക്കാഡമി. അപ്പോൾ ഇതിനെയാണ് സബ് ഡൊമൈൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 25ഓളം സബ് ഡൊമൈനുകൾ വേണമെങ്കിൽ നമുക്കൊരു ഡൊമൈൻ്റെ താഴെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ തന്നെ വേർഡ്പ്രസിൻ്റെ വെബ്സൈറ്റ് ബിൽഡർ ഡൊമൈൻ ഫോർ 1 year നമുക്ക് ഫ്രീ ആയിട്ട് ഇവർ നൽകുമെന്ന് പറയുന്നുണ്ട് ഈ ഒരു ഹോസ്റ്റിംഗ് പ്ലാനിൽ. അപ്പോൾ ഡൊമൈനിന് നമ്മൾ പ്രത്യേകം പൈസ കൊടുക്കണ്ട, ഹോസ്റ്റിങ്ങിന് പൈസ കൊടുക്കണം. 169 രൂപ പെർ മന്ത് എന്നുള്ള രീതിയിലാണ്. അത് എത്ര നാൾ എടുക്കുമ്പോഴെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെയുള്ളത് പെർഫോമൻസ് ആൻഡ് സെക്യൂരിറ്റി ആൻഡ് മാർക്കറ്റിംഗ്. അതിനുവേണ്ടി ഇവർ നൽകുന്ന എന്തൊക്കെയാണെന്ന് നോക്കുക. SSL സർട്ടിഫിക്കറ്റ് പ്രൊട്ടക്ഷൻ. സാധാരണ രീതിയിൽ SSL സർട്ടിഫിക്കറ്റിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. ഇവരത് നമ്മൾ ഈ ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ഇതുകൂടാതെ ഡെയിലി മാൽവെയർ, നമ്മുടെ വെബ്സൈറ്റ് വൈറസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പല പ്ലഗിനുകളിലൂടെയൊക്കെ. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്കൊരു മാൽവെയർ സ്കാൻ നൽകും. പിന്നെ CDN, ഫ്രീ സ്പീഡ് ബൂസ്റ്റിംഗ് CDN. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്പീഡ്, അതായത് കണ്ടൻറ് ഡെലിവറി നെറ്റ്വർക്ക്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റുകൾ ഡെലിവറി ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഡെലിവറി ചെയ്യാൻ, യൂസേഴ്സിന് ഡെലിവറി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പീഡ് ബൂസ്റ്റിംഗ് ഇവർ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. പിന്നെ ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് ടൂള്
വേർഡ്പ്രസ് വെബ്സൈറ്റ് മൈഗ്രേഷൻ. അതായത് നമുക്ക് ഓൾറെഡി വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകളിലാണ് നമ്മുടെ വെബ്സൈറ്റ് എന്നുണ്ടെങ്കിൽ അത് ഈ പ്ലാറ്റ്ഫോമിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഫീച്ചറും നൽകുന്നുണ്ട്. ഇനി ഇത് കൂടാതെ ഇവരുടെ ഒരു നെക്സ്റ്റ് പ്ലാൻ ഉണ്ട്, പ്ലസ് എന്ന് പറയുന്ന. ആ പ്ലാനിൽ കുറച്ചുകൂടി എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു വെബ്സൈറ്റ് അല്ല, അൺലിമിറ്റഡ് വെബ്സൈറ്റ് നമുക്ക് ആ പ്ലാനിൽ ഹോസ്റ്റ് ചെയ്യാം. മറ്റേത് ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ഇവിടെ അൺലിമിറ്റഡ് ആണ്. എല്ലാ കാര്യങ്ങളും അൺലിമിറ്റഡ് സബ് ഡൊമൈൻസ് ഉണ്ട്. ഡൊമൈൻ 1 വർഷത്തേക്ക് നമുക്ക് ഫ്രീ ഉണ്ടാവും. അതുകൂടാതെ തന്നെ വേർഡ്പ്രസ് വെബ്സൈറ്റ് ബിൽഡർ നമുക്ക് ലഭിക്കുന്നുണ്ട്. പെർഫോമൻസ് ആൻഡ് സെക്യൂരിറ്റിയിൽ ഈ മുകളിൽ പറഞ്ഞ മറ്റ് പ്ലാനിനേക്കാളും എക്സ്ട്രാ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബ്ലൂ ഹോസ്റ്റിൻ്റെ ഒരു SEO ടൂൾ, അതൊരു 30 ദിവസത്തേക്ക് ഫ്രീ ഒരു SEO ടൂൾ അവർ നൽകുന്നുണ്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും അതുപോലെ തന്നെയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് റേറ്റ് കൂടുന്നതെന്ന് ചോദിച്ചാൽ ഒരു വെബ്സൈറ്റ് അല്ല, ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാൻ പർച്ചേസ് ചെയ്താൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് മതിയെന്നുണ്ടെങ്കിൽ ബ്ലൂ ഹോസ്റ്റിൻ്റെ ഈ ഒരു ബേസിക് പ്ലാൻ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഞാനിപ്പോൾ ഈ ഒരു പ്ലാൻ സെലക്ട് ചെയ്യുകയാണ്. പിന്നെ ഈ ഒരു പ്ലാൻ സെലക്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, നമുക്ക് എപ്പോഴും ഒരു ഇമെയിൽ ID നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ക്രിയേറ്റ് എ ന്യൂ ഡൊമൈൻ, യൂസ് എ ഡൊമൈൻ യു ഓൺ. നമുക്ക് ഓൾറെഡി ഒരു ഡൊമൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് എ ഡൊമൈൻ യു ഓൺ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ പുതിയൊരു ഡൊമൈൻ. ഇപ്പോൾ ഇവിടെ ഞാൻ ഫ്രീ മലയാളം കോഴ്സ് എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്യുകയാണ്. എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നതെന്നുള്ളത്, .com അവൈലബിൾ ആണോ, നെക്സ്റ്റ് ഞാൻ കൊടുത്തു നോക്കുന്നു. അപ്പോൾ ദ ഡൊമൈൻ ഫ്രീ മലയാളം കോഴ്സ് ഈസ് അവൈലബിൾ, ഇത് എനിക്ക് അവൈലബിൾ ആണെന്ന് ഇവിടെ കാണിക്കുന്നു. അടുത്തത് നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബിസിനസ് നെയിം ഓപ്ഷനിലാണ്, എന്നാലും ഞാൻ വെറുതെ കൊടുക്കുന്നു. ഫ്രീ മലയാളം കോഴ്സ്. നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കണം. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 6 ഇനി നമ്മളൊരു മെയിൽ ID കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, ആ മെയിൽ ID ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഒഫീഷ്യൽ GST ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. കമ്പനി പേരിൽ പർച്ചേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ ഒരു ഫ്രീ പ്ലാനാണ് ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക, ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന 6084 രൂപയാണ്. 36 മാസത്തേക്ക് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് കാണിക്കുന്നത്. ഞാൻ 36 മാസത്തേക്ക് ഉദ്ദേശിക്കുന്നില്ല, 1 വർഷത്തേക്കാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 3348 രൂപ. അപ്പം നമുക്ക് 279 രൂപ ഒരു മാസം വെച്ചിട്ടാണ് കിട്ടുന്നത്. 3 വർഷത്തേക്കെന്നുള്ള കണക്കിൽ പർച്ചേസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് 169 രൂപയ്ക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മളിവിടെ ബേസിക് വെബ് ഹോസ്റ്റിംഗ് 12 മാസം, അതായത് 1 വർഷത്തേക്ക് എടുക്കുമ്പോൾ അവർ ആ ഓഫർ നൽകുന്നില്ല, 279 രൂപയ്ക്ക് നൽകുന്നു. ഡൊമൈനൊക്കെ ഫ്രീ ഉണ്ടാവും. അതുപോലെ തന്നെ SSL സർട്ടിഫിക്കറ്റ് നമുക്ക് ഫ്രീ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഡൊമൈൻ്റെ പ്രൈവസി പ്രൊട്ടക്ഷൻ എടുക്കുന്നത് നല്ലതാണ്. ഒരു 500 രൂപ കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. എന്തിനാണ് അത് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന നമ്മളുടെ ഈ ഡീറ്റെയിലുകളുണ്ടല്ലോ, അതായത് ഞാൻ ഈ കൊടുത്ത എൻ്റെ ഈ ഡീറ്റെയിലുകളൊക്കെ പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കും. എൻ്റെ ഫോൺ നമ്പർ, എൻ്റെ ഇമെയിൽ ID, എൻ്റെ അഡ്രസ്സ്, ഇതെല്ലാം പബ്ലിക്കലി ഒരാൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രൈവസി പ്രൊട്ടക്ഷൻ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതും ടാക്സും എല്ലാം കൂടെ ചേർത്ത് അറൗണ്ട് 4480 രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൊമൈനും ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്ത് ഒരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൊമൈൻ നമുക്ക് ഫ്രീ കിട്ടും. അപ്പോൾ ഇതുവഴി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ അഫിലിയേറ്റ് ലിങ്കാണ്. കാരണം നമ്മൾ ഒരു മാർക്കറ്റിംഗ് ചെയ്യും, നമ്മളിത് മുഴുവൻ പഠിക്കാൻ പോവുകയാണ്. പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങും പഠിക്കും. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണ് നമുക്ക് കൺവേർഷൻസ് ഉണ്ടാവേണ്ടതെന്നുള്ളത് പഠിക്കുക. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന എൻ്റെ അഫിലിയേറ്റ് ലിങ്ക്, ബ്ലൂ ഹോസ്റ്റിൻ്റെ ഡൊമൈൻ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാനുള്ള അഫിലിയേറ്റ് ലിങ്ക് വഴി പോവുക. നിങ്ങൾ ഇതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്ത് പഠിക്കാൻ 30 ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് വെബ്സൈറ്റ് വേണ്ടി വരും. അടുത്ത കാര്യങ്ങളെല്ലാം വെബ്സൈറ്റിൽ ചെയ്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അഫിലിയേറ്റ് ലിങ്ക് വഴി പോയി പർച്ചേസ് ചെയ്യുക. ദെൻ നമ്മൾ ഇതുപോലെ ഈ ഒരു സ്റ്റേജിൽ എത്തിയതിന് ശേഷം നമ്മൾ ടേംസും കാര്യങ്ങളുമൊക്കെ സബ്മിറ്റ് ചെയ്യുക. അടുത്തത് നമ്മൾ പേയ്മെൻറ്റ് സ്റ്റേജിലേക്ക് പ്രോസസ്സ് ചെയ്യുക. പേ വിത്ത് പേ യു എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു ഓൺലൈൻ സെക്ഷനാണ്. നമുക്ക് പേയ്മെൻറ്റ് നിങ്ങൾക്ക് അതുപോലെ എത്ര രൂപയാണോ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ചോ അതല്ലെന്നുണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ UPI ഉപയോഗിച്ചോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്.
അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ, നിങ്ങൾ കൊടുത്ത ഇമെയിലിലേക്ക് അതിൻ്റെ റെസിപ്റ്റും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്കൊരു ഡൊമൈനും ഹോസ്റ്റിങ്ങും ആവശ്യമാണ് പഠിക്കുവാൻ വേണ്ടി. അതിനുവേണ്ടിയുള്ള ഡൊമൈനും ഹോസ്റ്റിങ്ങും നിങ്ങൾ ഇതുപോലെ പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള സെറ്റപ്സ് ആണ് നമ്മുടെ ഇനി അടുത്ത ക്ലാസ്സിലുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഡൊമൈനും ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവില്ല. ഓൾറെഡി ഡൊമൈനും ഹോസ്റ്റിങ്ങും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ട. പക്ഷേ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് ചെയ്തു പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിജിമാർക്ക് അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. Till then, bye. Subin.